ചോദിച്ചു കാരണം അതിന്റെ മുതലാളിയാണ് നിൽക്കുന്നത്. ആ ലൈസൻസ് പെട്ടെന്ന് പുള്ളി വന്നു അങ്ങ് വലിച്ചേരി കളഞ്ഞു. പുള്ളി വലിച്ചേരി പുള്ളിയുടെ പോകലുണ്ട്. ചേട്ടന്റെ ചോദ്യത്തില് മുതലാളി മൂഞ്ചി, മുതലാളി അങ്ങ് ഉള്ളിലേക്ക് വലിഞ്ഞു കയറിപ്പോയി. പുള്ളിക്കൊന്നും പറയാനും ഇല്ല, പുള്ളി തിന്നത്തുമില്ല. കാരണം അവന്മാരുണ്ടാക്കുന്നതാണ് ഒരു തട്ടുകടയിലും അവന്മാരുണ്ടാക്കുന്ന സാധനങ്ങൾ അവന്മാർ തിന്നാറില്ല. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. തട്ടുകട ആയിക്കോട്ടെ, ഹോട്ടലായിക്കോട്ടെ, അവന്മാരുണ്ടാക്കുന്ന സാധനം അവന്മാർ തിന്നാറില്ല. കാരണം അവന്മാർക്കറിയാം എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത്. അത് ഏത് സ്ഥലം ആയിക്കോട്ടെ, ഇപ്പോൾ കൊല്ലം ആയിക്കോട്ടെ, പത്തനംതിട്ട ആയിക്കോട്ടെ, തിരുവനന്തപുരം ആയിക്കോട്ടെ, എവിടെ പോയാലും ഇവന്മാർ കാണിക്കുന്ന പോക്കരത്തരത്തിൻ്റെ ഒരു അറുതി വരുത്തണം. കാരണം ഇതൊരു തട്ടുകട ഇട്ടുകൊണ്ട് എന്ത് തോന്നിവാസവും കാണിക്കാന്നുള്ളൊരു രീതിയിലാണ്. എല്ലാവരെയും അല്ല, ചില ആളുകൾ നല്ല ആളുകളുമുണ്ട്. അതിൽ 50% മോശം ആളുകളും 50% നല്ല ആളുകളുമാണ്. ഇതിനൊരു അറുതി വരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫുഡ് ഇൻസ്പെക്ടർ ആയാലും ആരോഗ്യമന്ത്രി ആയാലും ആരായാലും ഇതിനു വേണ്ടിയിട്ട് തയ്യാറെടുത്ത് മുന്നിലേക്ക് വന്നില്ലെങ്കിൽ ഇത് നടക്കില്ല. കാരണം പലയിടങ്ങളിലും മരണം ഉണ്ടാകുമ്പോൾ ആദ്യം ചാടി ഇറങ്ങും ഫുഡ് ഇൻസ്പെക്ടർ. പിന്നെ ഫുഡിൻ്റെ ഇൻസ്പെക്ഷനായി, ഫുഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് നോക്കലായി, ഫുഡ് നല്ലതാണോ എന്ന് നോക്കലായി. അത് വരുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ ഇറങ്ങി തിരിച്ചില്ല എന്നുണ്ടെങ്കിൽ നാട്ടുകാർ തന്നെ, ഇപ്പോൾ നാട്ടുകാർ നിയമം കയ്യിലെടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങളായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ ചേട്ടൻ പ്രതികരിച്ചത്. അപ്പോൾ നമുക്ക് ആ ബാക്കി വീഡിയോയിലേക്ക് വരാം.